നമസ്കാരം, ഏവർക്കും ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം. ജാഗ്രത ന്യൂസ് ഇന്ന് രാവിലെ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. കോട്ടയം മുട്ടമ്പലം പൊതുശ്മശാനം അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ അതിന് പൂട്ട് വീണിട്ട് 2 മാസത്തോളം കഴിയുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വലിയ രീതിയിൽ പ്രതികരണങ്ങൾ സമൂഹത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നൊരു പശ്ചാത്തലമുണ്ട്. രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെടെ അവരുടെ പ്രതികരണങ്ങൾ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. എന്തായാലും കോട്ടയം നഗരസഭ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഷീജ അനിൽ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം. ഈ മുട്ടമ്പലം ശ്മശാനം 3 മാസമായിട്ട് 2 ക്രിമേഷൻ യൂണിറ്റ് അവിടെയുള്ള 2ഉം കേടായി അടച്ചുപൂട്ടി കിടന്നിട്ട് 3 മാസമായി. ഈ 2 മാസം മുമ്പുള്ള കൗൺസിൽ യോഗത്തിൽ ഒരു തീരുമാനം ചെയർപേഴ്സൺ, കൗൺസിൽ അംഗങ്ങൾ എല്ലാവരും സംയുക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ട് ആ ഡിപ്പാർട്ട്മെന്റിലായിട്ട് ആ വർക്ക് ഇവിടുത്തെ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്നുള്ള ഉറപ്പ് പറഞ്ഞിട്ട് ഇപ്പം 2 മാസം കഴിഞ്ഞു. ഈ കോട്ടയം നഗരപരിധിയിലാണ്ട് 1.5 ലക്ഷം 1.25 ലക്ഷത്തോളം ജനങ്ങളുണ്ട്. അതിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ഈ ക്രിമേഷൻ യൂണിറ്റിനെ ആശ്രയിക്കുന്നവരാ. കാരണം ഇപ്പം 2 സെന്റ് 3 സെന്റ് 1.5 സെന്റൊക്കെ ഉള്ളവരാണ് ഈ ടൗണിലുള്ളവർ. അതും ഇപ്പം ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെടുന്നവരൊക്കെ ചിലപ്പോൾ പള്ളികളിൽ അവരുടെ ക്രിമേഷനൊക്കെ അങ്ങ് നടക്കും. അല്ലാതുള്ള ആളുകളെ സംബന്ധിച്ച് ഇത് വലിയ ആശ്രയമാണ് കോട്ടയം നഗരസഭയിലെ ശ്മശാനം എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പം നമുക്കിത് അടഞ്ഞു കിടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടുന്ന് പൊൻകുന്നത്ത് ചിറക്കടവ് പഞ്ചായത്തിൽ വരെ കൊണ്ടുപോയി സംസ്കരിക്കേണ്ട ഗതികേടിലാണ് കോട്ടയം നഗരസഭ. ഇതിന് ചെയർപേഴ്സൺ പറയുന്ന ന്യായീകരണം എന്ന് പറഞ്ഞാൽ DPC അംഗീകാരം കിട്ടിയില്ലെന്ന്. ഇത് പ്രോജക്റ്റ് വെച്ച് ചെയ്യുന്നതിന് DPC അംഗീകാരം നമുക്ക് മനസ്സിലാക്കാം. ഇനി അതല്ല എങ്കിൽ പോലും ഈ തനത് ഫണ്ടിൽ നിന്ന് ഒരു ക്രിമേഷൻ യൂണിറ്റ് എങ്കിലും നന്നാക്കി എടുക്കുന്നതിന് ആരെങ്കിലും എതിർന്നെങ്കിൽ, ഇനി ചെയർപേഴ്സൺ ഒരു മുൻകൂർ അനുമതി കൊടുത്താൽ പോലും അത് കൗൺസിൽ കൃത്യമായിട്ട് അത് അംഗീകരിക്കും. ഇനി DPCയിലാണെങ്കിലും സാങ്കേതികമായിട്ടുള്ള അംഗീകാരത്തിന് ഇത്തരം കാര്യങ്ങൾക്കൊന്നും, കാരണം ഇതൊരു അവശ്യ സംഗതിയാണ്, ഇതിനാരും തടസ്സം നിൽക്കില്ല. അപ്പം ഇതൊക്കെ വേണ്ട എന്ന് വെച്ച് എങ്ങനെ കോട്ടയം നഗരസഭ കുറേ നാളുകളായിട്ട് പോകുന്നുണ്ടോ, അഴിമതിയും ഇത്തരം കെടുകാര്യസ്ഥതയുമാണ് ഇന്ന് കോട്ടയം നഗരസഭയുടെ മുഖമുദ്ര. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഇവിടുത്തെ തന്നെ ഒരു എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥയെ കൊണ്ട് 15 ലക്ഷം രൂപ മുടക്കി അറ്റകുറ്റപ്പണി നടത്തിയ സാധനമാണ്. അന്ന് തന്നെ ഞങ്ങൾ അതിൽ അഴിമതിയുണ്ട്, വിജിലൻസ് അന്വേഷണം അടക്കം വേണം എന്ന് ആവശ്യപ്പെട്ടതാണ്. അത് സാധൂകരിക്കുന്നതാണ്. കാരണം 1 വർഷത്തിനകം അത് വീണ്ടും കേടായി. അപ്പോൾ ഒരു പൊന്മുട്ടയിടുന്ന താറാവായിട്ട് ഈ ക്രിമറ്റോറിയത്തെ നോക്കിക്കാണുകയാണ് ബന്ധപ്പെട്ട അധികാരികൾ. അത് ചെയർപേഴ്സൺ അടക്കം അനുകൂലിക്കുന്ന കുറെ ആളുകൾ അതിന് കൂട്ടുനിൽക്കുന്നു. എന്തായിരിക്കും നമ്മൾ ഇതിന് തുടർ നടപടി എന്തായിരിക്കും? ഇത് ബഹുജനങ്ങളെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമായി. ഇത് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടൊരു പ്രക്ഷോഭ പരിപാടി തന്നെ ഞങ്ങൾ ആലോചിക്കും.